അപ്പോൾ ചേട്ടാ നിങ്ങളെ കൃഷി കാണാൻ വേണ്ടി വന്നതാണ്. ആയിക്കോട്ടെ. ഇത് ഏത് ഇനത്തിൽപ്പെട്ട പടവലാണ് നിങ്ങളത്? ഇത് ഹൈബ്രിഡിന്റെ വിത്താണ് ഞാൻ വാങ്ങിച്ചത്. വാങ്ങിയതില്ല. ഇത് ഇത് നമ്മൾ വെച്ചിട്ട് എത്ര ദിവസമായി? ഇതിപ്പോ ഒരു 2 മാസമായി ഉണ്ടാവും. 2 മാസം. കായപ്പോ പറിക്കൽ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചകളായി ഇപ്പൊ പറി തുടങ്ങിയിട്ട്. നിങ്ങളുടെ എങ്ങനെ മാർക്കറ്റിംഗ്? നല്ല മാർക്കറ്റ്. 40 റുപ്യ കേട്ടോ. ആ പടവലത്തിന് 40 റുപ്യ ഞാൻ നല്ല വില കേട്ടാ. പിന്നെ ഈ നമ്മളെ പടവലത്തിനൊക്കെ ഏറ്റവും നമുക്ക് നഷ്ടം വരുന്ന സംഗതികൾ ഇതാണ്. ഈ പുഴു, ഈ കുത്ത് വരുന്ന ഇതുമേലെ ഒരു പ്രാണി ഇരിക്കണ്ട്. അപ്പൊ അതിപ്പോഴെന്ന് വെച്ചാൽ പൊട്ടിച്ചിട്ടാണോ? ഈ പൊട്ടിച്ചിട്ടാൽ ഇതിന്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാകുക. ഇത് പൊട്ടിച്ച് നോക്കിയാല് കാരണം എന്താണെന്നറിയോ? ഇത് പൊട്ടിച്ചേക്ക് നമ്മള് കീടനാശിനി അടിക്കണില്ല, ജൈവ കീടനാശിനി ഇതിന്റെ ചോട്ടിട്ടും ചെയ്യരുത് കേട്ടോ. അതിന്നാണ് ഈ പുഴു ഉണ്ടാകുന്നത്. അത് നിങ്ങൾ നശിപ്പിക്കണം. അതിന്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാകുക. അപ്പോ ജൈവ കീടനാശിനി വിലയും കൂടുതലാണ്. അപ്പോഴേട്ടാ ഞാനൊക്കെ നിങ്ങളെ കാണാൻ തൊട്ടിട്ട് നിങ്ങള് ഒരു കർഷകനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ പാർട്ണർഷിപ്പിലും കൃഷി നടത്തിക്കണ്. വാഴ കൃഷിയായാലും പടവലായാലും ലാഭം. ഈ ലാഭത്തിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ പറിച്ചിട്ട് വിൽക്കുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അതല്ല, ഇത് കണ്ടു നിൽക്കണ അയൽവാസിയൊക്കെ ഇതൊരു സന്തോഷമാണ്. നിങ്ങൾ എവിടുന്ന കുരു കിട്ടി? എനിക്ക് കുരു കിട്ടാണ്ടോന്ന് ഇങ്ങനെ ആളിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ നമ്മള് നരാടെ തുടങ്ങിയതല്ലോ, നമ്മള് പാരമ്പര്യമായിട്ട് ചെറുപ്പം മുതലൊക്കെ ഉള്ള കൃഷിയാണ്. ഇപ്പം വലിയ തോതിലുള്ള കൃഷി നടത്താൻ കഴിയണില്ല. കാരണം നല്ല കാച്ചിലും വെള്ളവും മഴ. ഓർഗാനിക് രീതിയിലെ വളങ്ങൾ ഇട്ടുണ്ടാക്കുന്ന പടവലാനെ കൊണ്ട് നല്ല മാർക്കറ്റും ആണെന്നാണ് ഇവർ പറയുന്നത്. കിലോന് 40 രൂപ കിട്ടുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട് പടവല. വാങ്ങിയാൽ നമ്മുടെ അടുത്ത് വാങ്ങാൻ വെച്ചാൽ കർഷകനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര സന്തോഷമുള്ള കേസാണ്. കാരണം നമ്മൾ ജനങ്ങൾ അംഗീകരിക്കേണ്ടതെന്നുള്ളൊരു ഇതാണല്ലോ. ഇവിടെ 2 ടൈപ്പ് പടവലാണ്. 2 സൈസ്. ഇതൊക്കെ പണ്ടത്തെ ഞങ്ങളെ നാട്ടിലുണ്ടായിട്ടുള്ള നാടൻ പടവല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് ചേർക്കല്? വളങ്ങൾ എന്ന് പറഞ്ഞാല് കടലപ്പിണ്ണാക്ക് ലേസം ചാണത്തെ കൂട്ടിയിട്ട് ആദ്യം ഒന്ന് മിക്സിംഗ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൂല. പിന്നെ വേപ്പൻ പിണ്ണാക്കിന്റെ പൊടി കുറച്ചിട്ടിരുന്നു. പിന്നെ രോഗങ്ങൾ പറയും. സ്റ്റാറാമില്ലും ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല. ഇതൊരു പടവലം വേറെയാണ്, ഇതൊരു പച്ച പടവലം വേറെയാണ്. ഈ 2 പടവലത്തിന് സ്മെല്ലിന് തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇത് നാടനാണ്, ഇതിന് വേറെ സ്മെല്ലാണ്. പച്ചയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പച്ചപ്പടവലാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ ആദ്യം ഉണ്ടായിന്. അത് 1 മീറ്റർ 2 മീറ്റർ നീളമല്ല പടവലുണ്ടായിന്. ഇപ്പൊ വില ഉള്ളതിനെ കൊണ്ട് നമുക്കൊന്നും നഷ്ടമില്ല എന്ന് പറയാം അല്ലേ? കൃഷി ഡിപ്പാർട്ട്മെന്റൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടലുണ്ട്. അവര് വന്ന് നോക്കിയാൽ എന്തായാലും നമുക്ക് കൊല്ലത്തിൽ 2000-2400 റുപ്യൊക്കെ പച്ചക്കറി കൃഷിന്റെ കിട്ടലുണ്ട്. വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ VPKPയിലുള്ള ഇതാണ്, ഒരു അംഗാണ്. പഞ്ചായത്തിലേക്കൊക്കെ വളം ഉണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ പടവലത്തിൽ ഈ മഞ്ഞ ഇലയായതുണ്ടല്ലോ, ഈ മഞ്ഞ ഇലയിലൊക്കെ ഒരു പ്രാണി ഉണ്ടാവും. ഈ പ്രാണിയാണ് നമ്മളങ്ങനെ നോക്കിയാൽ കാണൂല, ഒരു കറുത്ത കുത്താണ്. ആ പ്രാണി അതിങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ മഞ്ഞക്കണി എന്ന് പറഞ്ഞൊരു കണിയുണ്ട്, ഒരു മഞ്ഞ ഷീറ്റാണ്. അത് കെട്ടി കഴിഞ്ഞാൽ പശയാണ്. ആ പശയമേൽ ആ സാധനങ്ങൾ പിടിച്ചിക്കും. പിന്നെ ഒരു ഫെർമോൺ കണി ഉണ്ട്, അത് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പടവലം കിട്ടും. അപ്പൊ മരുന്നടിക്കണ്ട, ജൈവമരുന്നായാലും നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവര് നല്ല ഇതാണ്. ഞാനൊക്കെ അതാണ് ചെയ്യല്. വേവ് ജാസ്തിയാണ്, ഇതിനെക്കാട്ടി രുചിയല്ലേ? നല്ല സാധനം. അതിന്റെ വിത്ത് അത് കടും പച്ചയുണ്ട്, ഇതൊരു ഇളം പച്ച. ആ വിത്തുകളൊന്നും ഇപ്പൊ കിട്ടണില്ല. അതൊന്നും കിട്ടണില്ല. 2 കൊല്ലം മുന്നേ കിട്ടീനി. ഞാൻ ആ വിത്ത് എടുത്ത് വെച്ചാൽ എന്തോ ഉണക്ക കയറിയിട്ടേ മുളച്ചില്ല. 100 കുരു എടുത്ത് വെച്ചിനി 3 പടവലത്തിൽ 3. പിന്നെ ഈ ഹൈബ്രിഡ് വിത്തിന്റെ ഇടയിൽ നമ്മൾ ഈ വിത്ത് കൂടെ ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ സാധനം നമുക്ക് ഉണ്ടായി കിട്ടൂല. ഇതൊക്കെ ഒന്നും കൂടെ 2 ദിവസം കൂടെ പിടിക്കണം, എന്നാലും നല്ല വണ്ണം കൂടും. 2 ദിവസം കഴിഞ്ഞാൽ നല്ല വണ്ണം കൂടും. ഒരു പടവലം നമുക്ക് ഒരു 400 ഗ്രാമെങ്കിലും കിട്ടണം. ഇന്നലെ പറിച്ചതാണ് ഒരു പടവലേ. ഒരു 400 ഗ്രാമെങ്കിലും കിട്ടിയാലേ ഇത് ഉണ്ടാക്കണാക്കുമ്പോ ലാഭമുള്ളൂ. ഇതിപ്പോ 3 1 കിലോയില് മേലുണ്ട്. വരണ്ടില്ല. നാട്ടുപച്ചയിൽ 25 റുപ്യൊക്കെ എടുക്കണത്. ഇവിടെ ഇവര് ഉണ്ടാക്കി എങ്ങനെ വെച്ചാല് ഏരിലാണ്. അപ്പൊ ഇതൊക്കെ വെച്ചാല് താഴ്ന്ന പ്രദേശമാണ്, മണ്ണിട്ടിട്ട് ഇന്നലെ 35 റുപ്യൊക്കെ പടവലം വിൽക്കണത്. അപ്പൊ പിന്നെ അവിടേക്ക് ഇവിടെ കണ്ട ഇതിന്റെ വേരൊക്കെ മേലിലാണ് വരിക. ഈ വേര് എത്രത്തോളം ഇവിടെ നനയ്ക്കണ് അത്രത്തോളം വേര് നീണ്ടു പോവുക. അല്ല, വെള്ളം ഞാൻ പാർന്നു കൊടുക്കലുണ്ട്. അപ്പൊ ഇതിന് തടത്തിൽ നനയ്ക്കണേക്കാട്ടി കൂടുതൽ അതിനെന്തറിയോ, കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലും എടുത്തിട്ട് മണ്ണ് പൊതച്ച് കൊടുക്കുക. അതിനിപ്പോ കഴിയണില്ല, മണ്ണ് കൊത്തി ഇളക്കാൻ കഴിയണില്ല. നിങ്ങൾക്ക് ഇവിടെ പച്ച ചാണകം കിട്ടൂല. അല്ലിക്കല്ലിക്ക് കായ്ക്കണ വിത്തുകളാണ്. ഇതിന് വിത്ത് പരപ്പാട് ഹെർബൽ നിന്നാണ് വാങ്ങിയത്.
നല്ല നല്ല വിത്തുകളാണ്. കായകൾ ഒരു ഇതിനും കുത്ത് വന്നിട്ടുണ്ട്. ഇത് മരുന്നടിക്കാത്തൊരു ഇതെന്താ വെച്ചാൽ ഇതിന് കുത്ത് വരുന്നതാണ്. ആ കുത്ത് വരുന്നത് കംപ്ലീറ്റ് പൊട്ടിച്ച് കൊടുക്കുക ചെയ്യുക. ഇവിടെ ഇവര് ഇടണ വളങ്ങൾ എന്താ വെച്ചാൽ പച്ചച്ചാണകത്തിലും വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇട്ടിട്ട് നേർപ്പിച്ചിട്ട് വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലൊരു വളമാണ്. അത് ചെറുകിട കർഷകർക്കും വലുകിട കർഷകർക്കും പറ്റിയൊരു വളം തന്നെയാണ്. അപ്പോൾ പടവല എങ്ങനെയായാലും നല്ല വലിയ പടവലാണ്. പച്ചപ്പടവല. ഇവിടെ വെളിച്ചം ലേശം കുറവുണ്ട്. പടവലാണ്. ഉണ്ടോണ്ടാ ഇവിടെ തന്നെ പോയിക്കോളൂ അല്ലേ? ഒരു പിടിക്ക് എത്ര എങ്ങനെ ഏകദേശം 1 കിലോ കണക്കാക്കി ഞാൻ കൊടുക്കുമ്പോ ഒരു 40-45 റുപ്യൊക്കെ മേടിക്കും. അറിയാലോ ഒരു പിടി എത്ര കിലോ ഉണ്ടാവുന്നുള്ളു. നല്ല വിശ്വസിച്ച് വാങ്ങാം. ഇതിന് പശുവിന്റെ ചാണകവും മൂത്രം കൂടെ കലക്കി വെച്ചില്ലേ? ഇതിന് പശുവിന്റെ മൂത്രം ഏതൊരു ഒഴിച്ചിട്ടില്ല. ഇതിന് വേപ്പും പിണ്ണാക്കേണ്ട പൊടിയുണ്ട് അല്ലേ? ആദ്യം കുമ്മായിട്ട് കൊത്തി നന്നാക്കിയിട്ട് വിത്ത് വായി നനച്ചിട്ട് എന്ത് ചായപ്പൊടി ഇടും. ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒറ്റൊന്നും എറുമ്പുണ്ടാവില്ല. ഇങ്ങോട്ട് പിന്നെ ഈ എല്ല് മറ്റേ കുറച്ച് സ്റ്റെറാമില്ല്, പിന്നെ ഇത് വേപ്പുണ്ണാക്ക് പൊടിയാണ്. അത് ഒന്ന് പാറിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് അരി വെച്ച് നനച്ചു കൊടുക്കും. ഇതിന് വിത്ത് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിയത്? വിത്ത് വളപ്പിടി ഒന്ന് മേടിച്ചതാണ്. അങ്ങനെ കിലോന് 900 കിലോന് വില. 100 ഗ്രാം തരണേന് അന്ന് എത്ര ഉറുപ്പ്യ മേടിച്ചിരുന്നു. മുമ്പോൾ അത് കണക്ക് നോക്കിയിട്ടല്ല തരിക. സംഖ്യ ഒക്കെ പറയും 100 ഗ്രാമിന് ഇത്രയാണ്. 100 ഗ്രാം അല്ലാന്ന് വെച്ചാല് പക്ഷെ 100 ഗ്രാം ഒക്കെ വെച്ചാൽ ഏക്കർ കണക്കിന് കൃഷി ചെയ്യാം. 900 രൂപ വില ഉണ്ട് ഇതിന്. 100 ഗ്രാം ഒന്നും വേണ്ട. അപ്പൊ രണ്ടും കൂടി അതിന്റെ പകുതി വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് എന്താ വെച്ചാൽ ഇതിന്റെ വിത്ത് ഉണ്ട് എൻ്റെ അടുത്ത്, ഞാൻ കിട്ടിയില്ല. ഇത് ചുവപ്പ് ചീരയാണ്. ചുവപ്പ് നല്ല ടേസ്റ്റുള്ള ചീര കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ കടകളിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് വലുത് നിങ്ങൾ കണ്ട് പറക്ക് ചെയ്യല്ലേ? അപ്പൊ ചെറുത് പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. ചെറുത് ഒരാഴ്ച കൊണ്ട് പിന്നെ പൊന്തിക്കോളൂല്ലേ? ഇത് കർഷകർക്ക് അപേക്ഷിച്ചിട്ട് ഈ ചീര കൃഷി കഴിഞ്ഞാൽ ഒരു ബോണസാണ്. മറ്റുള്ള കൃഷീൻ്റെ ഇടയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് അറിയാത്തൊരു വരുമാനമാണ്. അപ്പോൾ നല്ലൊരു കർഷകനാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇവരെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങുക. ഇങ്ങനത്തെ ചെറുകിട ഇതൊക്കെ എന്നാൽ നല്ല ഈ കൃഷിപ്പണി എന്ന് പറഞ്ഞു വെച്ചാൽ ഓവറായിട്ട് നമുക്ക് ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യണതല്ല. കിട്ടുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പൈസ കിട്ടും. മീൻ വാങ്ങാനുള്ള പൈസ കിട്ടുന്നതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇത് ചെയ്യണത് അല്ലേ? അങ്ങനെ തന്നെയുള്ളൂ. നമുക്ക് നേരം പോക്കും. ഇത് വിറ്റിട്ട് നമുക്ക് പറമ്പൊന്നും വാങ്ങില്ല. അതൊട്ടൊന്നും കഴിയില്ല. പിന്നെ നല്ല സാധനം തിന്നാം നമുക്ക്. അതല്ല അതിന്റെ ഗുണം അല്ലേ? അത് കുറച്ചൊരു ഏരിയ ഒരു 5 സെന്റില് ഒരു 3 സെന്റിൽ ഉണ്ടാവില്ല ചീര. 3 സെന്റിൽ ചീര ഉണ്ടാക്കിന്. ഇതൊക്കെ പറിക്കാനായിക്കണ്ടാ. എന്നിട്ടാ പറിക്കേണ്ട ടൈമുള്ള. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനത്തുള്ള കർഷകരൊക്കെ മാക്സിമം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം വെച്ചാൽ അവർക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളൂ അല്ലേ? അതെ.